ഇതുപോലെ എത്രയെത്ര മുഹൂർത്തങ്ങൾ, എത്രയെത്ര സംഭാഷണങ്ങൾ, എത്രയെത്ര ആ, ആ, സിനിമയിലെ ജീവിത മുഹൂർത്തങ്ങൾ, ഇതൊക്കെ തന്നെ മലയാളിയുടെ എല്ലാ കാലത്തും മലയാളിയുടെ നിത്യജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം സംഭവങ്ങൾ. അതെല്ലാം അഭ്രപാളികളിൽ എത്തിക്കുകയും മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യനായ കലാകാരൻ ശ്രീനിവാസൻ വിടവാങ്ങിയിരിക്കുന്നു. സിനിമാ ജീവിതത്തിന്, ശ്രീനിവാസൻ്റെ നമ്മളോടൊപ്പമുള്ള ജീവിതത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. അതേസമയം തന്നെ ആ സംഭാഷണങ്ങൾ, ആ മുഹൂർത്തങ്ങൾ, ആ പേനയിൽ നിന്ന് ഉതിർന്നു വന്നിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ ജീവൻ വെച്ച് എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ടാകും. മലയാളിക്ക് ഒരു കാലത്തും മറക്കാനാകാത്ത ഒരു അതുല്യ പ്രതിഭയുടെ വിടവാങ്ങലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശ്രീനിവാസൻ ഇനി നമ്മളോടൊപ്പം ഇല്ല. ശ്രീനിവാസൻ ഓർമ്മയായി മാറിയിരിക്കുന്നു. നിരവധി സിനിമകളിലൂടെ ധാരാളം കലാപ്രവർത്തനങ്ങളിലൂടെ ശ്രീനിവാസൻ എല്ലാ കാലത്തും മലയാളി ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം തന്നെ നർമ്മം കലർത്തി ഒരു തവണ പറഞ്ഞത്, ഒരിക്കലും ഒരു സിനിമാ നടനാകാൻ കഴിയും എന്ന് താൻ കരുതിയിരുന്നില്ല. തൻ്റെ രൂപമോ ഭാവങ്ങളോ ഒന്നും തന്നെ മലയാള സിനിമയിൽ അക്കാലത്തെ ഒരു സിനിമാ സങ്കല്പങ്ങൾക്ക്, നട സങ്കല്പങ്ങൾക്ക് യോജിച്ചതായിരുന്നില്ല. അതുകൊണ്ട് സിനിമയിലേക്ക് വരാൻ കഴിയും എന്ന് ഒരിക്കൽ ആരോ ശ്രീനിവാസൻ്റെ കൈ നോക്കി പറഞ്ഞപ്പോൾ അത് ഒരിക്കലും സംഭവിക്കാത്ത ഒന്ന് എന്നാണ് താൻ കരുതിയിരുന്നത്. ആ ശ്രീനിവാസനാണ് പിന്നീട് സിനിമയുടെ സമസ്ത മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് മലയാളിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു കലാകാരനായി മാറിയത്. അതിലേറ്റവും രസകരമായ കാര്യം, ഒരുപക്ഷെ അധികം ആർക്കും അറിയാത്തത്, അദ്ദേഹം മമ്മൂട്ടിക്കും ത്യാഗരാജനുമൊക്കെ ശബ്ദം നൽകിയിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇങ്ങനെ ഒരുപക്ഷെ മലയാളിക്ക് സാധാരണ നിലയിൽ അറിയാത്ത ധാരാളം തരത്തിലുള്ള സംഭാവനകൾ ശ്രീനിവാസൻ ഈ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.